ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഞാനൊരു 1/4 കപ്പ് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പീസ് ബ്രെഡ് ഉണ്ട്. അപ്പം നമുക്ക് ഈ കപ്പലണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. വെച്ച കപ്പലണ്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പലണ്ടി ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് അതേ മിക്സിക്കകത്ത് ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന 3 കഷ്ണം ബ്രെഡ് ഉണ്ട്. അത് നമുക്കൊന്ന് ഇതിനകത്തിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. പൊടിച്ചുകൊണ്ട് വന്ന് ആ 3 പീസ് ബ്രെഡ് അത് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ വീണ്ടും ഈ കപ്പലണ്ടി പൊടി ഇതിനകത്തോട്ടിടുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ വേറൊരാളെയും കൂടി ചേർക്കാനുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇതിനകത്ത് ബ്രെഡിലോട്ട് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. കുരുമുളകും കൂടെ ഞാനിട്ട് ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. അതിപ്പോൾ നമുക്ക് പാത്രത്തിലിട്ടിട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച എല്ലാം കൂടെ ബ്രെഡും കപ്പലണ്ടി പൊടി കുരുമുളക് കിടപ്പുണ്ട് ഇടയ്ക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ടു. ഇനി നമുക്കിതിലോട്ട് തിരിച്ച വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ബ്രെഡ് ഉള്ളതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് ചുരുണ്ട് പോകും. അതുകൊണ്ട് ഈ കുരുമുളക് പൊടി അല്ലാതെ മുളക് പൊടിയും വേണമെങ്കിൽ ഇടാം. ഇത്ര എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കട്ടെ. ഉപ്പൊക്കെ മതിയോ നോക്കട്ടെ. ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. ബ്രെഡിന് ചെറിയൊരു എല്ലാം കൂടെ കാണില്ലോ, കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് വേണമെങ്കിൽ ചുമ്മാ തിന്നാം കേട്ടോ. ഇത്രയും മതി. കുറച്ച് വെള്ളം എടുത്തോളൂ. കൈയൊന്ന് കുടഞ്ഞ് വെള്ളം എടുത്താൽ മതി. മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ഒരു അല്പം മുളക് പൊടി ഇടാം. കുറച്ചുകൊണ്ടിരിക്കട്ടെ. എരിവ് മതി. അതായത് ഒരു 1/2 ടീസ്പൂണോളം ഇങ്ങനെ പരന്നറുകൊണ്ട് കുറേ തോന്നിക്കലാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് വീണ്ടും എല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കാം. ഇവിടെ മിക്സ് വെച്ചിരുന്ന പൊടി അതിലൊരല്പം വെള്ളം കൈവിട്ടൊന്ന് ചുമ്മാ തളിച്ചാൽ മതി. ബ്രെഡ് അതിന് പെട്ടെന്ന് വെക്കും. അതൊന്ന് ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിനി എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി തുടങ്ങി. ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ബ്രെഡാണ്. പിന്നെ മറ്റേ ബ്രെഡ് കപ്പലണ്ടി, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു വേവെന്ന് പറയാനൊക്കെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇത് നമുക്കെടുക്കാം. ബ്രെഡ് കപ്പലണ്ടി ഉണ്ട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. പീനട്ട് ബ്രെഡ് ബോൾ എന്ന് പേരിടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഞാനിപ്പോൾ വേറെ നാടൻ പേര് ബ്രെഡ് കപ്പലണ്ടി ഉണ്ട. ഞാൻ തന്നെ കണ്ടുപിടിച്ചിടുന്ന കുറേ സംഭവങ്ങളുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല, കാണുന്നില്ല. എങ്കിലും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു. കുറേ നാൾ മടിച്ചു എനിക്ക് ഇടാൻ മടിയെ നിന്നിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.